അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് സ്കൂളുള്ള ദിവസത്തെ എൻ്റെ ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേന് നമ്മൾ കഞ്ഞിയും പയറുമാണ് കേട്ടോ വെക്കുന്നത്. നിവാകുഞ്ഞിന് 2 ദിവസമായിട്ട് ചെറിയ പനി ഉണ്ടായിരുന്നു കേട്ടോ. പകലൊന്നും ആൾക്ക് കുഴപ്പമില്ല, രാത്രി ആകുമ്പോഴത്തേക്കും നല്ല പനിയും കഫക്കെട്ടും ദേഹത്തിന് നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിത്തേന് കഞ്ഞിയും പയറും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലത്തെ കടല റോസ്റ്റ് ചെയ്ത് ഇരിപ്പുണ്ട് കേട്ടോ, അതും കൂടെ ആക്കാം. പിന്നെ അച്ചാർ ഇരിപ്പുണ്ട്, ഒരു ചെറിയ ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിവാകുഞ്ഞിനും കൂടെ ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് കുറച്ച് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിച്ചു കേട്ടോ. വൈകുന്നേരം ഏത്തപ്പഴം നെയ്യിൽ വാട്ടിയിട്ട് ഒരു ചെറിയ സ്നാക്സ് പോലെ ഉണ്ടാക്കിയിട്ടോ, അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിവാകുഞ്ഞിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, കുഞ്ഞിലേ മുതൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ആൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ TV വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ജോലികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. TV ആദ്യം ഞാനൊരു സിനിമ വെച്ച് കൊടുത്ത് നോക്കി കേട്ടോ. അത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ടോം ആൻഡ് ജെറി വെക്കാൻ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ടോം ആൻഡ് ജെറി കാണാനാണ്. എപ്പോൾ ഇത് വെച്ച് കൊടുത്താലും അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നോളും കേട്ടോ. അങ്ങനെ നിവാകുഞ്ഞിന് ടോം ആൻഡ് ജെറി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഞ്ഞിയും പയറുമൊക്കെ വെക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഒരു നാഴി അരിയും കുറച്ച് ചെറുപയറും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കുക്കറിലിട്ട് വേവിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. സാധാരണ അങ്ങനെയാണ് കഞ്ഞിയും പയറും വെക്കാറുള്ളത്. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് വെന്ത് കിട്ടും. ചിലർ വെവ്വേറെ വേവിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നല്ലേ. ഞാനിത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടങ്ങ് വേവിക്കും. അപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടൊരു 4 ദിവസത്തെ ക്യാമ്പ് നടക്കുന്നുണ്ട് കേട്ടോ. എരുമേലിയിൽ വെച്ചാണ് ക്യാമ്പ്. അപ്പം നിവാകുഞ്ഞിന് പനിയൊക്കെ ആയത് കാരണം പിന്നെ ഞാൻ ക്യാമ്പിന് പോയില്ല കേട്ടോ. അതിൻ്റെ മെസ്സേജസ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ ഫോൺ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുക്കറിൽ അരിയും പയറും എല്ലാം കഴുകി അങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ സമയം കിട്ടുന്നതനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ കിച്ചണിലും എല്ലായിടത്തും വരുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്ന പോലെ അതിന് ഇന്ന സമയമൊന്നുമില്ല, തോന്നുമ്പോൾ ഞാനതങ്ങ് ചെയ്യും. അപ്പോൾ അപ്പുറത്തെ ഹാളിലിരുന്ന ഒരു ഷെൽഫല്ല, ഒരു ചെറിയൊരു ഷെൽഫ് പോലത്തെ സാധനമാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ട് കിച്ചണിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മിക്സിയും പിന്നെ ഇഡ്ഡലി പാത്രവും ആ മൂലയിൽ ഡോറിൻ്റെ അടുത്തിരിക്കുന്ന കണ്ടോ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് വെച്ചത് എടുത്ത് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഷെൽഫ് ഇപ്പുറത്തേക്ക് കൊണ്ടുവച്ചു കേട്ടോ. ഈ കഞ്ഞിയും പയറും ആയതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം വലിയ ജോലികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തപ്പോഴത്തേക്കും അടുത്ത മെസ്സേജ് വന്നു. ഞാനതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഓരോ ടാസ്ക് തരും കേട്ടോ, നമുക്കത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നിവാകുഞ്ഞിന് പനി പിടിച്ചത്. അപ്പോൾ നമുക്ക് തേങ്ങ ചമ്മന്തിക്കുള്ള തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ചമ്മന്തിയിൽ ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് സവോള, ഉപ്പ് ഇത്രയും ചേർത്താണ് കേട്ടോ അരയ്ക്കുന്നത്. പിന്നെ ഇന്ന് കൃഷ്ണ വരും കേട്ടോ വൈകുന്നേരം. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് വരുന്നത്. ഓട്ടം കഴിഞ്ഞിട്ട് ഓട്ടം തീരുന്നതനുസരിച്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്ന് രാത്രി വരും, കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വരുള്ളൂ. അപ്പോൾ നിവാകുഞ്ഞിനും എനിക്കും എന്തായാലും ഉറക്കമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഉറക്കം വരുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തേങ്ങാവെള്ളം ഇതുപോലെ ഒരു ജാമിൻ്റെ ടിന്നിനകത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ജാമിൻ്റെ ടിന്നൊക്കെ ഞാൻ മാറ്റി വെക്കും, എന്തെങ്കിലും മിച്ചം വന്ന തേങ്ങ ഒക്കെ എടുത്ത് വെക്കാൻ, അല്ലെങ്കിൽ തേങ്ങാവെള്ളം എടുത്ത് വെക്കാൻ, അങ്ങനെയൊക്കെ ഞാൻ ഈ ജാമിൻ്റെ ടിന്നിങ്ങനെ എടുത്ത് വെക്കും കേട്ടോ, കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഇത് നമുക്ക് ചമ്മന്തിയൊക്കെ അരച്ചെടുക്കാം. ഇത് ഞാൻ വൈകുന്നേരം തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ, ആര്യവേപ്പിൻ്റെയും ഉലുവയുടെയും വെള്ളം. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എൻ്റെ താരൻ നല്ലപോലെ കുറയുന്നുണ്ട് കേട്ടോ. പിന്നെ മുടി കൊഴിച്ചിലും കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താരനൊക്കെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ചമ്മന്തി ആയിട്ടുണ്ട്, കഞ്ഞി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിവാകുഞ്ഞിന് ആദ്യമേ കഞ്ഞിയും പയറും കൂടെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ കഞ്ഞി ഇങ്ങനെ കുറച്ച് വെള്ളം കുറവായിരുന്നു കേട്ടോ. കുക്കറിൽ വേവിച്ചതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, കുറച്ച് വെള്ളം കുറവായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് സെറ്റാക്കി കേട്ടോ. പിന്നെ രാവിലത്തെ കടല റോസ്റ്റ് ചെയ്തതുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. നിവാകുഞ്ഞിനൊരു മുട്ടയും കൂടെ പൊരിച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ അത്താഴം. അങ്ങനെ രണ്ടുപേരും കഞ്ഞിയൊക്കെ കുടിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണ വന്നത്. അപ്പോൾ വന്നപ്പം
കയ്യിൽ എനിക്കൊരു കമ്മലും ഒരു ക്ലിപ്പും ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും കേട്ടോ. നിവാങ്കുഞ്ഞിനും എനിക്ക് ഇപ്രാവശ്യം നിവാങ്കുഞ്ഞിനൊന്നും കൊണ്ടുവന്നില്ല, എനിക്ക് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ആ കമ്മലൊക്കെ ഇട്ട് നോക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.